ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും മഴയൊക്കെ ആയിട്ട് അവധിയായിട്ടൊക്കെ വീട്ടിലിരിക്കുകയല്ലേ. കുട്ടികളെ ശ്രദ്ധിക്കുക. ലീവ് എന്ന് വിചാരിച്ചിട്ട് കുളത്തിൽ പുറത്ത് മഴയത്ത് കളിക്കാൻ ഒന്നും പോകരുത്. നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അവധി തന്നിരിക്കുന്നത്. അത് മാക്സിമം പഠിക്കാൻ യൂസ് ചെയ്യുക. അപ്പോൾ പാരൻസിനെ കാണാതെ മുങ്ങുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പാരൻസ് ആയിക്കഴിഞ്ഞാലും ടീച്ചേഴ്സ് ആയിക്കഴിഞ്ഞാലും സർക്കാരായിക്കഴിഞ്ഞാലും നിങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവധിയും കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുക, നല്ല കാര്യങ്ങൾ നല്ല കാര്യത്തിന് സമയം ഉപയോഗിക്കുക. അത് എല്ലാ സമയവും അങ്ങനെ തന്നെയാണ്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇന്ന് സ്റ്റോറി വേണോ അതോ ജസ്റ്റ് വീഡിയോസ് ആയിട്ട് കാണുന്നോ, എന്താ വിട്ടത്? നിങ്ങളോട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്, പക്ഷെ ആരും ഇതുവരെ കമൻ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പം പൊതുവേ ഞാൻ ഒരു സ്റ്റോറി പറയുമ്പം പൊതുവേ ഞാൻ എഴുതിയിട്ടാണ് പറയൽ. അപ്പോൾ ഇന്ന് വിചാരിച്ചു മനസ്സിൽ തോന്നുന്നൊരു സ്റ്റോറി നിങ്ങളോട് പറഞ്ഞാലോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കഥ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസും കഥകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് വരയ്ക്കുന്നത് ഒരു സ്വിസ് റോളാണ്. അത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വീഡിയോ കാണുമ്പോൾ തന്നെ പറ്റും. അപ്പോൾ എന്താ കഥ പറയേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കുഞ്ഞനുറുമ്പും സ്വിസ് റോളിൻ്റെ കഥ പറയാം. ഒരു കുഞ്ഞുറുമ്പ് വിശന്നിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു ഭക്ഷണം തേടി. ഒരുപാട് അലഞ്ഞിട്ടൊന്നും ഭക്ഷണം കിട്ടിയില്ല. നിരാശയോടെ തിരിച്ചു പോകാൻ നേരത്ത് അതിൻ്റെ മുമ്പിൽ ഒരു വലിയ സ്വിസ് റോള് കണ്ടു. ഉറുമ്പിന് ഭയങ്കര സന്തോഷമായി. അത് പറഞ്ഞു, എത്ര വലിയ ഭക്ഷണം, ഇതെൻ്റെ കൂട്ടുകാർക്കും കൂടി കൊണ്ടു കൊടുക്കണം, അവരും നന്നായി വിശന്ന് വലയുകയാണ്. അത് സ്വിസ് റോളിൻ്റെ ഒരു കഷ്ണം കടിക്കാൻ നോക്കി. പക്ഷേ സ്വിസ് റോളിൻ്റെ മൃദുല കൊണ്ട് അത് തെന്നി വഴുതി വീണുകൊണ്ടിരുന്നു. അങ്ങനെ ഉറുമ്പ് ഒരുപാട് സമയം പരിശ്രമിച്ചു, പക്ഷെ അതിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നിരാശയോടെ ഉറുമ്പ് വീണ്ടും വീണ്ടും അത് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അതിലേ വന്നൊരു ചിത്രശലഭം ഉറുമ്പിൻ്റെ പരിശ്രമം കണ്ട് കളിയാക്കി ചിരിച്ചു. ഇത് നിനക്ക് പറ്റിയ പണിയല്ല, നീ വളരെ ചെറുതാണ്, അപ്പോൾ നിനക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചു. അത് ഉറുമ്പിനെ വല്ലാതെ ദുഃഖത്തിലായിട്ടെങ്കിലും അത് പരിശ്രമം നിർത്തിയതേ ഇല്ല. പക്ഷെ ഉറുമ്പ് പിന്മാറിയില്ല. അതെന്ത് ചെയ്തു, അത് തിരിച്ച് അതിൻ്റെ കൂട്ടിലേക്ക് പോയി അവൻ്റെ കൂട്ടുകാരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് വന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് ആ സ്വിസ് റോളിനെ എടുത്ത് പൊക്കിയിട്ട് അവരുടെ കുടിലിലേക്ക് പോയി. അന്ന് എല്ലാവരും കഷ്ണം ഒരുപാട് ഉറുമ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാത്രി എല്ലാ ഉറുമ്പുകളും വയറ് നിറയെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ അവരുടെ രാജ്ഞി പറഞ്ഞു, വലുപ്പത്തിലല്ല കാര്യം, പരിശ്രമവും ഒത്തൊരുമയാണ് ഏതൊരു കാര്യത്തിൻ്റെയും വിജയത്തിന് കാരണം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നൊന്ന് കമൻ്റ് ഇടുക. നമ്മൾ കൂടുതലും ഈ ഉറുമ്പുകളെ കണ്ടിട്ടുണ്ട്. ഒരാൾ വന്നു എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം കണ്ടു കഴിഞ്ഞാൽ കുറച്ച് വലിപ്പമാണെങ്കിൽ ഒരാൾ വന്നു, പിന്നെ അവർ കൂട്ടത്തോടെ പിന്നീട് ഒരാൾ വന്നു പോയി അവർ കൂട്ടത്തോടെ വന്നിട്ട് ഭക്ഷണ സാധനങ്ങൾ എടുത്തു പോകുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇത്രയും ചെറിയൊരു ഉറുമ്പിന് ഇങ്ങനെ സാധിക്കുന്നില്ല? അതാണ് നമുക്ക് ഇപ്പോൾ ഒരു വലിയ കാര്യമാണെങ്കിൽ ഒത്തൊരുമയോടെ ചെയ്യുക, ചെറിയ കാര്യമാണെങ്കിൽ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇതെന്നെ പോലെ. കാരണം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമായി. സെപ്റ്റംബർ വന്നു കഴിഞ്ഞാൽ 1 വർഷമായി. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇതുവരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കുറച്ച് ഉയർച്ചയിലെത്തുമെന്ന് വിചാരിക്കും. ഞാൻ എൻ്റെ ഒരു പാഷൻ ഡേയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതുവരെ നിന്നവരൊക്കെ വീണ്ടും മുമ്പോട്ടുണ്ടാവണം.
അപ്പം നല്ലൊരു വീഡിയോ ആയിട്ടും കഥയായിട്ടും വരാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.